സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായം. നിങ്ങളുടെ എല്ലാവരുടെയും ഒത്തിരി സ്നേഹവും സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ നമുക്ക് വചനഭാഗം നോക്കാം. അധ്യായം 23. ചോദ്യം 1. ജനപ്രമാണികളുടെ സംഘം യേശുവിനെ ആരുടെ അടുത്തേക്കാണ് കൊണ്ടുപോയത്? ഉത്തരം പീലാത്തോസിൻ്റെ. 2. ജനത്തെ വഴിതെറ്റിക്കുന്നു, സീസറിന് നികുതി കൊടുക്കുന്നു, നിരോധിക്കുന്നു, താൻ രാജാവായ ക്രിസ്തുവാണെന്ന് അവകാശപ്പെടുന്നു. ആരാണ് ഈ കുറ്റമെല്ലാം ഈശോയുടെ മേൽ ആരോപിച്ചത്? ജനപ്രമാണികളുടെ സംഘം. 3. പീലാത്തോസ് എന്താണ് യേശുവിനോട് ചോദിച്ചത്? നീ യഹൂദരുടെ രാജാവാണോ? 4. യേശു എന്താണ് പീലാത്തോസിനോട് മറുപടി പറഞ്ഞത്? ഉത്തരം നീ തന്നെ പറയുന്നുവല്ലോ. 5. യേശു ഗലീലയക്കാരനാണെന്ന് അറിഞ്ഞ് പീലാത്തോസ് യേശുവിനെ ആരുടെ അടുത്തേക്കാണ് അയച്ചത്? ഹെറോദോസിൻ്റെ. ചോദ്യം 6. ആ ദിവസങ്ങളിൽ ഹെറോദോസ് എവിടെയായിരുന്നു? ജെറുസലേമിൽ. 7. ഹെറോദോസ് യേശുവിനെപ്പറ്റി കേട്ടിരുന്നു. എന്താണ് അയാൾ പ്രതീക്ഷിച്ചിരുന്നത്? ഏതെങ്കിലും ഒരു അത്ഭുതം കാണാൻ. 8. ഹെറോദോസിൻ്റെ ചോദ്യത്തിന് മറുപടി പറയാതിരുന്നപ്പോൾ അയാൾ എന്താണ് ഈശോയോട് ചെയ്തത്? പടയാളികളോട് ചേർന്ന് നിന്ദിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തു. 9. യേശുവിനെ പകിട്ടേറിയ വസ്ത്രം ധരിപ്പിച്ച് ആരുടെ അടുത്തേക്കാണ് ഹെറോദോസ് അയച്ചത്? പീലാത്തോസിൻ്റെ. 10. യേശുവിൻ്റെ വിചാരണയോടുകൂടി ശത്രുതയിലായിരുന്ന ആരാണ് സ്നേഹിതന്മാരായത്? പീലാത്തോസും ഹെറോദോസും. 11. പീലാത്തോസ് ജനപ്രമാണികളോട് എന്താണ് പറഞ്ഞത്? നിങ്ങൾ ആരോപിക്കുന്ന കുറ്റം ഞാനിവനിൽ കാണുന്നില്ല. 23:13. 12. പീലാത്തോസ് എന്ത് ശിക്ഷയാണ് കൊടുക്കാൻ തീരുമാനിച്ചത്? ചമ്മട്ടി കൊണ്ട് അടിപ്പിച്ച് വിട്ടയക്കുക. 23:16. 13. ജനക്കൂട്ടം ആരെ വിട്ടുതരണമെന്നാണ് ആവശ്യപ്പെട്ടത്? ബറാബാസിനെ. 23:18. ചോദ്യം 14. ജനക്കൂട്ടത്തിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി യേശുവിനെ ക്രൂശിക്കുന്നതിനും ബറാബാസിനെ വിട്ടയക്കുവാനും ആരാണ് തീരുമാനിച്ചത്? പീലാത്തോസ്. 23:25. ചോദ്യം 15. ആരാണ് യേശുവിൻ്റെ കുരിശ് ചുമക്കാൻ പടയാളികൾ ഏൽപ്പിച്ചത്? ആരെയാണ് യേശുവിൻ്റെ കുരിശ് ചുമക്കാൻ പടയാളികൾ ഏൽപ്പിച്ചത്? ഖിറനോക്കാരൻ ശിമയോനെ. 16. ഒരു വലിയ ജനക്കൂട്ടം കരയുകയും മുറവിളി കൂട്ടുകയും ചെയ്യുന്ന സ്ത്രീകളുടെ സമൂഹവും എന്തു ചെയ്തു? യേശുവിൻ്റെ പിന്നാലെ പോയി. വാക്യം 23-22. ചോദ്യം 17. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 23-28 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ ഈശോ ആരോടാണ് പറഞ്ഞത്? ജെറുസലേം പുത്രിമാരോട്. 18. യേശുവിനെ കുരിശിൽ തറച്ച സ്ഥലത്തിൻ്റെ പേര്? തലയോടെന്ന് വിളിക്കപ്പെടുന്ന ഗാഗുൽത്ത. 19. ഈശോ പിതാവിനോട് എന്താണ് പറഞ്ഞത്? പിതാവേ, അവരോട് ക്ഷമിക്കണമേ, അവർ ചെയ്യുന്നതെന്തെന്ന് അവർ അറിയുന്നില്ല. വാക്യം 23-34. ചോദ്യം 20. ദൈവത്തിൻ്റെ ക്രിസ്തുവാണെങ്കിൽ, അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവനാണെങ്കിൽ തന്നെ രക്ഷിക്കട്ടെ ഇങ്ങനെ പറഞ്ഞ് ഈശോയെ പരിഹസിച്ചത് ആര്? പ്രമാണിമാർ. 23:35. ചോദ്യം 21. പടയാളികൾ ക്രൂശിക്കപ്പെട്ട ഈശോയ്ക്ക് എന്ത് നൽകിയാണ് പരിഹസിച്ചത്? വിന്നാഗിരി. 22. നീ യഹൂദരുടെ രാജാവാണെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കുക, ആരാണിങ്ങനെ പറഞ്ഞത്? പടയാളികൾ. വാക്യം 23-36. ചോദ്യം 23. എന്താണ് യേശുവിൻ്റെ തലയ്ക്ക് മീതെ എഴുതിയ ലിഖിതം? ഇവൻ യഹൂദരുടെ രാജാവ്. വാക്യം 23-38. ചോദ്യം 24. ക്രൂശിൽ തൂങ്ങപ്പെട്ട കുറ്റവാളികളിൽ ഒരുവൻ എന്താണ് യേശുവിനെ ദുഷിച്ചു പറഞ്ഞത്? ഉത്തരം നീ ക്രിസ്തുവല്ലേ, നിന്നെയും ഞങ്ങളെയും രക്ഷിക്കുക. വാക്യം 23-34. ചോദ്യം 25. യേശുവേ, നീ നിൻ്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ ഇങ്ങനെ പറഞ്ഞവനോട് ഈശോ എന്താണ് പറഞ്ഞത്? ഉത്തരം നീ ഇന്ന് എന്നോടുകൂടി പറുദീസയിലായിരിക്കും. വാക്യം 23-43. ചോദ്യം 26. യേശുവിൻ്റെ മരണം എത്രാം മണിക്കൂറിലായിരുന്നു? ഏകദേശം 6-ാം മണിക്കൂറിൽ. വാക്യം 23-44. 27. എത്രാം മണിക്കൂർ വരെയാണ് ഭൂമിയിൽ അന്ധകാരം വ്യാപിച്ചത്? ഉത്തരം 9-ാം മണിക്കൂർ വരെ. 23-44. ചോദ്യം 28. യേശു എന്താണ് ഉച്ചത്തിൽ നിലവിളിച്ച് പറഞ്ഞത്? പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. വാക്യം 23-46. ചോദ്യം 29.
ശതാധിപൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് എന്താണ് പറഞ്ഞത്? ഈ മനുഷ്യൻ തീർച്ചയായും നീതിമാനായിരുന്നു. ചോദ്യം 23:40 ഉത്തരം 47. ചോദ്യം 30. ഈശോയെ സംസ്കരിച്ച യോസഫ് ഏത് ദേശക്കാരനാണ്? യഹൂദരുടെ പട്ടണമായ അരിമത്യ. വാക്യം 23:50. ചോദ്യം 31. യോസഫ് ആരുടെ അടുത്ത് എത്തിയാണ് ഈശോയുടെ ശരീരം ആവശ്യപ്പെട്ടത്? പീലാത്തോസിൻ്റെ. വാക്യം 23:53. 32. യോസഫ് ഈശോയെ സംസ്കരിച്ചപ്പോൾ അവനോടൊപ്പം പോയി സംസ്കരിച്ചത് എങ്ങനെയെന്ന് കണ്ടത് ആര്? ഗലീലയിൽ നിന്നും ഈശോയ്ക്കൊപ്പം വന്ന സ്ത്രീകൾ. 23:55. ചോദ്യം 33. ആരാണ് തിരിച്ചു ചെന്ന് സുഗന്ധദ്രവ്യങ്ങളും ലേപനങ്ങളും തയ്യാറാക്കി സാബത്തിൽ നിയമപ്രകാരം വിശ്രമിച്ചത്? ഗലീലിയ സ്ത്രീകൾ. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഇത്രയും നേരം ഈ വചനഭാഗം ശ്രവിച്ചതിന് എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ നന്ദി.